ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് ഏതൊരു പൗരനെ സംബന്ധിച്ചോളം സുപ്രധാനമായ കാര്യമാണ്. തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുക വഴി ജനാധിപത്യത്തിൽ പങ്കാളിയാകുന്നതാണ് അദ്ദേഹം ചെയ്യുന്ന ഏറ്റവും വലിയ കർമ്മം. ജാതിയോ മതമോ ഭാഷയുടെയോ പരിഗണനയോ പ്രലോഭനങ്ങളോ ഇല്ലാതെ നീതിയുക്തവും സമാധാനപരവുമായി വോട്ട് ചെയ്യണം എന്നാണ് ജില്ലാ ഭരണകൂടത്തിൻ്റെ പേരിൽ എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. വോട്ട് ചെയ്യുന്നതിനായിട്ട് വിപുലമായ സംവിധാനമാണ് ഒരുക്കിയിട്ടുള്ളത്. വോട്ടർ സ്ലിപ്പോ, ബൂത്ത് ലെവൽ ഓഫീസർ നൽകുന്ന വോട്ടർ സ്ലിപ്പോ അല്ലെങ്കിൽ വോട്ടർ ഐഡന്റിറ്റി കാർഡോ ഉപയോഗിച്ച് വോട്ട് ചെയ്യാം. എന്തെങ്കിലും കാരണവശാൽ ബൂത്ത് ലെവൽ ഓഫീസർ വോട്ടർ സ്ലിപ്പ് എത്തിച്ചില്ല എങ്കിൽ അന്നേ ദിവസം പോളിംഗ് ബൂത്തിൽ സഹായ കേന്ദ്രത്തിലൂടെ നമുക്ക് ഈ വോട്ടർ സ്ലിപ്പ് കൈവശമാക്കാം. അതുപയോഗിച്ച് വോട്ട് ചെയ്യാം. എല്ലാത്തരം വോട്ടർമാർക്കും സുഗമമായി വോട്ട് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. പോളിംഗ് ബൂത്തിൽ കുടിവെള്ളം, വൈദ്യസഹായം തുടങ്ങിയവ ലഭ്യമാണ്. അതുപോലെ പ്രായമായ ആൾക്കാർക്കും വികലാംഗരായിട്ടുള്ളവർക്കും എല്ലാം പോളിംഗ് സ്റ്റേഷനുകളിലും റാമ്പ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ നിർഭയമായിട്ട് വോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സുരക്ഷാ ക്രമീകരണങ്ങൾ എല്ലാ പോളിംഗ് ബൂത്തിലും നടത്തിയിട്ടുണ്ട്. എനിക്ക് പറയാനുള്ളത്, നമ്മൾ വോട്ട് ചെയ്ത് ജനാധിപത്യത്തെ കാത്തുരക്ഷിക്കുക എന്നായിരിക്കണം നമ്മുടെ സ്ലോഗൻ. അതിനുവേണ്ടി കോഴിക്കോട് ജില്ലയിലെ എല്ലാ വോട്ടർമാരെയും ഞാൻ ഇതിലേക്ക് അഭിവാദ്യം ചെയ്യുകയാണ്. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഗാലക്സി മേഡ് ഓഫ് ABS മെറ്റീരിയൽ. നമസ്കാരം. ജില്ലാ വാർത്തകൾ. കേരളത്തിന്റെ തനതായ അഭ്യാസമുറയായ കളരിച്ചുവടുകൾ ചലച്ചിത്രത്തിലൂടെ യുവാക്കളിലേക്ക് എത്തിക്കുകയാണ് കലാസ്നേഹികൾ. കളരിയുടെ ശക്തമായ സ്വാധീനമുണ്ടായിരുന്ന ഒരു തറവാടും അമ്പലവുമാണ് പശ്ചാത്തലമൊരുക്കുന്നത്. കളരിയുടെ ആത്മാവ് തൊട്ടറിഞ്ഞ കളരി പെരുമാൾ ചലച്ചിത്ര വിശേഷങ്ങൾ കാണാം പ്രധാന വാർത്തകൾക്കു ശേഷം. തെരഞ്ഞെടുപ്പിനുള്ള അവസാനഘട്ട ഒരുക്കങ്ങൾ പൂർത്തിയായി. പോളിംഗ് സാമഗ്രികൾ ബൂത്തുകളിലെത്തി. പൊതുസ്ഥലങ്ങളിലെ മാലിന്യങ്ങൾ പൊതുജനങ്ങൾക്കും ഫയർഫോഴ്സിനും തലവേദനയാകുന്നു. വേനൽ തുടങ്ങിയ ശേഷം ഉണ്ടായത് 20-ലധികം തീപിടുത്തങ്ങൾ. വിഷു വരവായി, പടക്ക വിപണി സജീവം. വാർത്തകൾ വിശദമായി. പൊതുസ്ഥലങ്ങളിൽ മാലിന്യങ്ങൾക്ക് തീയിടുന്നത് പൊതുജനങ്ങൾക്കും ഫയർഫോഴ്സിനും തലവേദനയാവുന്നു. നിയമപരമായ കുറ്റം മാത്രമല്ല, ഇത്തരം അശ്രദ്ധയിൽ നിന്നുണ്ടാകുന്ന അപകടത്തിന്റെ വ്യാപ്തിയെക്കുറിച്ചും ബോധമുള്ളവർ തന്നെയാണ് ഇത്തരം പ്രവർത്തികൾ ആവർത്തിക്കുന്നതെന്ന് ഫയർഫോഴ്സ് സമ്മതിക്കുന്നു. വേനൽ തുടങ്ങിയതിനു ശേഷം 20-ലധികം മാലിന്യ തീപിടുത്തങ്ങളാണ് ഉണ്ടായത്. കോഴിക്കോട് നഗരത്തിൽ മാലിന്യങ്ങൾക്ക് തീയിടുന്നത് പൊതുജനങ്ങൾക്കും ഒപ്പം ഫയർഫോഴ്സ് സംഘത്തിനും തലവേദനയാകുന്നു. മാലിന്യമെല്ലാം ചേർത്ത് വെച്ച് ആളൊഴിഞ്ഞ പറമ്പിൽ തീയിടുന്നത് വൻ അഗ്നിബാധയ്ക്ക് ഇടയാക്കുമെന്ന് അറിയാവുന്നവർ തന്നെയാണ് ഈ പ്രവൃത്തികൾ ആവർത്തിക്കുന്നത്. വാണിജ്യ പ്രധാന കേന്ദ്രങ്ങളിലാണ് ജില്ലയിൽ അടിക്കടി തീപിടുത്തമുണ്ടാകുന്നത്. മാവൂർ റോഡ്, സൗത്ത് ബീച്ച്, വലിയങ്ങാടിക്ക് സമീപം ബൈപ്പാസ്, പുതിയറ റോഡ്, പുതിയ പാലം, മിഠായി തെരുവ് എന്നിവിടങ്ങളിലാണ് കച്ചവടക്കാർ തന്നെ മാലിന്യങ്ങൾക്ക് തീയിടുന്നത്. വേനൽ തുടങ്ങിയ ശേഷം 20-ലധികം ചെറുതും വലുതുമായ മാലിന്യ തീപിടുത്തങ്ങളാണ് നടന്നത്. ഒരാഴ്ചക്കകം 6ഓളം തീപിടുത്തങ്ങളും. പലപ്പോഴും ഫയർഫോഴ്സിനാണ് ബുദ്ധിമുട്ടുണ്ടാവുന്നത്. തീപിടുത്തമുണ്ടായെന്ന ഫോൺ സന്ദേശത്തെ തുടർന്ന് ഓടിയെത്തുമ്പോഴാണ് മാലിന്യം കത്തുന്നത് കാണുന്നത്. ആത്മാർത്ഥതയിൽ കൃത്യനിർവഹണം കഴിഞ്ഞ് മടങ്ങുകയും ചെയ്യും.
പൊതുസ്ഥലങ്ങളിൽ മാലിന്യം നിക്ഷേപിക്കുന്നതും തീയിടുന്നതും കുറ്റകരമാണ്. ഇതിന് നടപടിയെടുക്കേണ്ട നഗരസഭയും പോലീസും ഇതിന് മുതിരാത്തതാണ് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുന്നത്. പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ ജനസാന്ദ്രതയേറിയ സ്ഥലങ്ങളിലിട്ട് കത്തിക്കുന്നത് പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്കും ഇടയാക്കുന്നുണ്ട്. ഇത്തരത്തിൽ മാലിന്യങ്ങൾ കത്തിച്ചാൽ അത് വൻ അഗ്നിബാധയ്ക്ക് കാരണമാവുമെന്നും ഫയർഫോഴ്സ് മുന്നറിയിപ്പ് നൽകുന്നു. വേനൽ മഴയിൽ ജില്ലയിൽ വ്യാപക നഷ്ടം. മിന്നലേറ്റ് വീടുകൾക്കും കാർഷിക വിളകൾക്കും നാശനഷ്ടമുണ്ടായി. കനത്ത മഴയിൽ വീടുകൾക്ക് മുകളിൽ മരങ്ങൾ കടപുഴകി വീണു. പ്രധാന ജംഗ്ഷനുകളിൽ വെള്ളം കയറി. വൈദ്യുതി കേബിൾ ബന്ധങ്ങൾ താറുമാറായി. അപകടത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റു. കഴിഞ്ഞ ദിവസം രാത്രിയിലുണ്ടായ വേനൽ മഴ ആശ്വാസത്തിനൊപ്പം നാശനഷ്ടങ്ങളും ഉണ്ടാക്കി. 1 മണിക്കൂറിലേറെ നീണ്ട മഴയിൽ ശക്തമായ കാറ്റും വീശിയതോടെ മിക്ക സ്ഥലത്തും വെള്ളം പൊങ്ങുകയും മരങ്ങൾ കടപുഴകി വീഴുകയും ചെയ്തു. മാവൂർ റോഡിൽ വെള്ളം കയറി വാഹന ഗതാഗതം ദുസ്സഹമാക്കി. വെള്ളക്കെട്ടിൽ പുതിയ സ്റ്റാൻഡിന് മുൻവശത്ത് കാർ കുഴിയിൽ ചാടുകയും ചെയ്തു. കക്കുഴി പാലത്തിന് സമീപം ഇളയപറമ്പത്ത് ജഗദീഷിന്റെ വീടിന് മുകളിൽ തെങ്ങ് മുറിഞ്ഞു വീണ് അടുക്കള ഭാഗം തകർന്നു. കാരപ്പറമ്പ് ഹോമിയോ കോളേജിന് സമീപം തട്ടാരക്കൽ ദേവന്റെ ഓടിട്ട വീടിന് മുകളിൽ തെങ്ങ് മുറിഞ്ഞു വീണു. 3 മുറികൾ നിശേഷം തകർന്നു. ദേവന്റെ അമ്മ സൗമിനിക്ക് പരിക്കേറ്റു. 1.5 ലക്ഷത്തിലേറെ രൂപയുടെ നഷ്ടം കണക്കാക്കുന്നുണ്ട്. പടിഞ്ഞാറ്റുമുറി ഈയമ്പറമ്പത്ത് സതിയുടെ ഓടിട്ട വീടിനും മരങ്ങൾക്കും ഇടിമിന്നലേറ്റ് നാശനഷ്ടമുണ്ടായി. കൊഴമ്പുറത്ത് ബാലകൃഷ്ണന്റെ വീടിന് ഇടിമിന്നലേറ്റു. കാർഷിക നഷ്ടങ്ങളുമുണ്ടായി. ഫ്ലോറിക്കൻ റോഡിൽ വൈദ്യുതി തൂൺ പൊട്ടി വൈദ്യുതി മുടങ്ങി. സിവിൽ സ്റ്റേഷൻ ഭാഗത്തും വൈദ്യുതി മുടങ്ങിയത് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് തടസ്സമായി. നടക്കാവിൽ ഒരു തെങ്ങ് ഇടിമിന്നലേറ്റ് കത്തി. വെസ്റ്റ് ഹിൽ ഗസ്റ്റ് ഹൌസ് ഭാഗത്ത് മരം വീണു. ബൈപ്പാസ് റോഡിൽ മിംസ് ആശുപത്രിക്ക് സമീപം മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. ക്രസന്റ് കിങ്സ് സ്പെയർ അപ്പാർട്ട്മെന്റിലെ 25ഓളം കാറുകൾ നിർത്തിയിട്ടിരുന്ന പോർച്ചിന്റെ മേൽക്കൂരയിലെ ഷീറ്റ് ഇളകി കാറുകൾക്ക് മുകളിൽ വീണു. പള്ളിക്കണ്ടിയിലും കാറ്റിൽ മരം കടപുഴകി വീണു. നടക്കാവ് KSRTC വർക്ക്ഷോപ്പിന് സമീപത്തെ റോഡ് പൂർണ്ണമായും വെള്ളത്തിലായി. നഗരത്തിന്റെ പല ഭാഗത്തും മരം വീണും ട്രാൻസ്ഫോമർ തകരാറായും വൈദ്യുതി വിതരണം നിലച്ചു. KSEB ജീവനക്കാരും ഫയർഫോഴ്സും പോലീസും ശ്രമിച്ചാണ് ഏറെക്കുറെ നേരെയാക്കിയത്. ഇനി തെരഞ്ഞെടുപ്പ് വാർത്തകളുമായി നൈനു സറുമി. തെരഞ്ഞെടുപ്പ് വാർത്തകൾ. 16ാം ലോക്സഭയിലേക്കുള്ള പൊതുതെരഞ്ഞെടുപ്പിനുള്ള അവസാനഘട്ട ഒരുക്കങ്ങളും പൂർത്തിയായി. തെരഞ്ഞെടുപ്പിനുള്ള സാമഗ്രികൾ വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് പോളിംഗ് ഉദ്യോഗസ്ഥർ കൈപ്പറ്റി. വ്യാഴാഴ്ച രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെയാണ് തെരഞ്ഞെടുപ്പ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള അവസാനവട്ട ഒരുക്കങ്ങളായിരുന്നു ബുധനാഴ്ച. പോളിംഗ് സ്റ്റേഷനുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഉപകരണങ്ങളും അനുബന്ധ സാമഗ്രികളും വിവിധ കേന്ദ്രങ്ങളിൽ വെച്ച് വിതരണം ചെയ്തു. ചുമതലപ്പെട്ട ഉദ്യോഗസ്ഥർ പോളിംഗ് സാമഗ്രികൾ ഏറ്റുവാങ്ങി വിവിധ ബൂത്തുകളിലേക്ക് നീങ്ങി. വടകര പാർലമെന്റ് മണ്ഡലത്തിൽ കുറ്റ്യാടി നിയമസഭാ മണ്ഡലത്തിലേക്കുള്ള ഉപകരണങ്ങൾ വടകര ടെക്നിക്കൽ ഹൈസ്കൂളിലും വടകര നിയമസഭാ മണ്ഡലത്തിലേത് മടപ്പള്ളി ഗവൺമെന്റ് കോളേജിലും വിതരണം ചെയ്തു. കൊയിലാണ്ടി, പേരാമ്പ്ര മണ്ഡലങ്ങളിലെ സാമഗ്രികൾ പയ്യോളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലും നാദാപുരം മണ്ഡലത്തിലേത് മടപ്പള്ളി ഗവൺമെന്റ് കോളേജിലും വിതരണം ചെയ്തു. കോഴിക്കോട് പാർലമെന്റ് മണ്ഡലത്തിലെ ബാലുശ്ശേരി നിയമസഭാ മണ്ഡലത്തിലെ സാമഗ്രികൾ കോക്കല്ലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറിയിലും എലത്തൂരിലേത് വെസ്റ്റ് ഹിൽ പോളിടെക്നിക്കിലും വിതരണം ചെയ്തു. കോഴിക്കോട് നോർത്തിലെ സാമഗ്രികൾ JDT പോളിയിലും സൌത്തിലേത് മലബാർ ക്രിസ്ത്യൻ കോളേജിലും ബേപ്പൂരിലേത് ഫറോക്ക് ഗവൺമെന്റ് ഗണപതി ഹൈസ്കൂളിലും വിതരണം ചെയ്തു. കുന്നമംഗലം മണ്ഡലത്തിലെ ഉപകരണങ്ങൾ മീഞ്ചന്ത ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ നിന്നും, കൊടുവള്ളി മണ്ഡലത്തിലേത് വെസ്റ്റ് ഹിൽ പോളിടെക്നിക്കിൽ നിന്നും, തിരുവമ്പാടി മണ്ഡലത്തിലേത് ഗവൺമെന്റ് ലോ കോളേജിൽ നിന്നും ഉദ്യോഗസ്ഥർ കൈപ്പറ്റി. കോഴിക്കോട് മണ്ഡലത്തിൽ 13ഉം വടകരയിൽ 11 സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത്. ജില്ലയിൽ മൊത്തം 21,83,474 വോട്ടർമാരുണ്ട്. ഇതിൽ സ്ത്രീ വോട്ടർമാരാണ് കൂടുതൽ. ഏറ്റവും കൂടുതൽ വോട്ട് ബാലുശ്ശേരി അസംബ്ലി മണ്ഡലത്തിലും കുറവ് കോഴിക്കോട് സൌത്ത് മണ്ഡലത്തിലുമാണ്. സംസ്ഥാനത്ത് തന്നെ ഏറ്റവും കുറവ് വോട്ടർമാരുള്ള മണ്ഡലമാണ് കോഴിക്കോട് സൌത്ത്. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ പ്രവാസി വോട്ടുള്ള മണ്ഡലവും കോഴിക്കോട് ജില്ലയിലാണ്. വടകരയിൽ 3473 പ്രവാസി വോട്ടർമാരാണുള്ളത്. ആകെ 1883 പോളിംഗ് സ്റ്റേഷനുകളാണ് കോഴിക്കോട് ജില്ലയിൽ. ഏറ്റവും കൂടുതൽ നാദാപുരത്തും കുറവ് കൊടുവള്ളിയിലും. വടകരയിൽ 1044ഉം കോഴിക്കോട്ട് 1033 ബൂത്തുകളുണ്ട്. 13,000 ഉദ്യോഗസ്ഥരെയാണ് ജില്ലയിൽ തെരഞ്ഞെടുപ്പ് ജോലിക്കായി നിയോഗിച്ചിട്ടുള്ളത്. ആവേശത്തിന്റെ അലയൊലികൾ തീർത്തായിരുന്നു ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണത്തിന്റെ കൊട്ടിക്കലാശം. പാരടി പാട്ടുകൾക്കും പാർട്ടി പതാകകൾക്കുമൊപ്പം പ്രവർത്തകർ നൃത്തം വെച്ചപ്പോൾ തെരുവുകൾ ഉത്സവ ലഹരിയിലായി. വയനാട് റോഡിലായിരുന്നു LDFന്റെ കൊട്ടിക്കലാശം. അവസാന ദിവസം സ്ഥാനാർത്ഥി A. വിജയരാഘവന്റെ റോഡ് ഷോ 39 സ്ഥലങ്ങളിലെത്തി. രാവിലെ 8-ന് പൂവാട്ടുപറമ്പിൽ നിന്നായിരുന്നു തുടക്കം. മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഉച്ചയോടെ പ്രവർത്തകർ നഗരത്തിലേക്ക് എത്തിയിരുന്നു. പല ഭാഗങ്ങളിൽ കേന്ദ്രീകരിച്ച് പര്യടനം നടത്തിയവർ 3 മണിയോടെ ഒരുമിച്ച് സ്ഥാനാർത്ഥിക്കൊപ്പം കൂടി. മുന്നിൽ സ്ഥാനാർത്ഥിയെയും വഹിച്ചുള്ള തുറന്ന വാഹനം, പുറകിൽ ചെങ്കടിയേന്തി പ്രവർത്തകർ. ബൈക്ക്, ഓട്ടോറിക്ഷ, വാൻ, മിനിലോറി, ബാൻഡ് മേളങ്ങൾ, കലാരൂപങ്ങൾ എല്ലാം പ്രചാരണത്തിന് കൊടുപ്പേകി. എലത്തൂർ, പുതിയാപ്പ, ബീച്ച് റോഡ്, നടക്കാവ് വഴി വൈകിട്ട് 6ഓടെ വയനാട് റോഡിൽ LDF തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിന് സമീപം പ്രചാരണത്തിന് സമാപനമായി.
അത്തോളി, ഉള്ളിയേരി, ബാലുശ്ശേരി തുടങ്ങിയ സ്ഥലങ്ങളിലെ റോഡ് ഷോയ്ക്ക് ശേഷമാണ് UDF സ്ഥാനാർത്ഥി MK രാഘവന്റെ വാഹനം കോഴിക്കോട് നഗരത്തിലേക്ക് എത്തിയത്. വൈകിട്ട് 5ഓടെ മുഴുവൻ ഊർജ്ജവും സംഭരിച്ച് പ്രചാരണ വാഹനങ്ങളെല്ലാം പാളയത്തേക്ക് നീങ്ങി. UDF സംഘടിപ്പിച്ച കൂട്ടയോട്ടം DCC പ്രസിഡന്റ് KC അബുവിന്റെ നേതൃത്വത്തിൽ പാളയത്തേക്കെത്തി. MK രാഘവന്റെ ചിത്രം ആലേഖനം ചെയ്ത ടീഷർട്ടുകൾ ധരിച്ചെത്തിയ പ്രവർത്തകർ ഒട്ടേറെ രാഘവന്മാരുടെ പ്രതീതി സൃഷ്ടിച്ചു. 5:30ഓടെ MK രാഘവന്റെ വാഹനവും പാളയത്തെത്തി. ഒപ്പം മന്ത്രി MK മുനീറും MC മൈനാജിയും PM നിയാസും. രാഘവന്റെ ജീപ്പിന്റെ ബോണറ്റിൽ കയറി നിന്ന് KC അബു പ്രസംഗത്തിന് തുടക്കമിട്ടു. തുടർന്ന് സംസാരിച്ച MK മുനീറിന്റെ പ്രസംഗം പാരടിപ്പാട്ടിന് വഴിമാറി. പിന്നാലെ MK രാഘവൻ സംസാരിച്ചു തീരുമ്പോഴേക്കും സമയം 6ആയി. രാവിലെ മുതൽ നഗരത്തിൽ ബൈക്കുകളുമായി റാലിയിലായിരുന്നു BJP പ്രവർത്തകർ. വൈകുന്നേരത്തോടെ അവരൊന്നായി സ്റ്റേഡിയത്തിനു സമീപമെത്തി. 5 മണിയോടെ വാഹനവ്യൂഹം മാനാഞ്ചിറയിലേക്ക് നീങ്ങി. പാരടിപ്പാട്ടിന്റെ ഈണത്തിൽ പ്രവർത്തകർ വോട്ട് ചോദിച്ച് നടു റോഡിൽ നൃത്തം വെച്ചു. ബൈക്കുകളുടെ അകമ്പടിയോടെ പിന്നാലെ സ്ഥാനാർത്ഥി CK പത്മനാഭനെത്തി. BJP സംസ്ഥാന പ്രസിഡന്റ് V മുരളീധരനും സ്ഥാനാർത്ഥിക്കൊപ്പം തുറന്ന വാഹനത്തിലുണ്ടായിരുന്നു. മുദ്രാവാക്യം വിളിച്ചു കൊടുക്കാൻ മറ്റാരും വേണ്ടി വന്നില്ല. സ്ഥാനാർത്ഥി തന്നെ അതേറ്റെടുത്തു. പ്രവർത്തകർ ഏറ്റുവിളിച്ചു. കേന്ദ്രത്തിൽ പുതിയൊരു സർക്കാരിനു വേണ്ടി വോട്ടഭ്യർത്ഥിച്ച് 6 മണിയോടെ പ്രചാരണം കൊട്ടിത്തീർന്നു. RMP, SDPI, സ്വതന്ത്രർ തുടങ്ങിയവർക്ക് വേണ്ടിയും പ്രവർത്തകർ തെരുവിലിറങ്ങിയപ്പോൾ നഗരം അക്ഷരാർത്ഥത്തിൽ പ്രചാരണ ചൂടിൽ പൊരിയുകയായിരുന്നു അവസാന നാൾ. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ കൊട്ടിക്കലാശം ഗ്രാമങ്ങളെയും ഉത്സവ ലഹരി തീർത്തു. രാവിലെ തുടങ്ങിയ പ്രചാരണ പരിപാടികൾ വൈകുന്നേരത്തോടെ പാരമ്യത്തിലെത്തി. ആവേശലഹരിയിലായിരുന്നു കലാശക്കൊട്ടിന്റെ ദിവസം പാർട്ടി പ്രവർത്തകർ. ഇതുവരെ നടത്തിയ പ്രചാരണങ്ങളുടെ മുഴുവൻ ഊർജ്ജവും ആവേശവും കെട്ടഴിച്ചു വിടുന്നതായിരുന്നു അവസാന ദിവസത്തെ പ്രചാരണം. കൊടിതോരണങ്ങൾ കൊണ്ടലങ്കരിച്ച വാഹനങ്ങളുടെ അകമ്പടിയിൽ കാതടച്ചൊഴുകിയ പാരടിപ്പാട്ടുകളുടെ പാരമ്യത്തിൽ പ്രവർത്തകരൊന്നാകെ ആവേശ നൃത്തം ചവിട്ടിയപ്പോൾ തെരഞ്ഞെടുപ്പ് കൊട്ടിക്കലാശം തെരുവുകളിൽ ഉത്സവലഹരിയായി മാറി. പതിവിലും നേരത്തെ ആരംഭിച്ചിരുന്നു അവസാന ദിവസത്തെ പ്രചാരണങ്ങൾ. സ്ഥാനാർത്ഥികൾക്കായി വോട്ടഭ്യർത്ഥിച്ച് വാഹനങ്ങൾ തലങ്ങും വിലങ്ങും ചീറിപ്പാഞ്ഞുകൊണ്ടിരുന്നു. അനൗൺസ്മെന്റുകളുടെ ശബ്ദവും ആവേശവുമേറി. പ്രവർത്തകർ ചെറുസംഘങ്ങളായി സംഘടിച്ച് മുദ്രാവാക്യം വിളികളുമായി നീങ്ങിത്തുടങ്ങി. ബൈക്ക് റാലികൾ എല്ലാ ഭാഗത്തുമുണ്ടായിരുന്നു. ഉച്ച കഴിഞ്ഞതോടെ കൂടുതൽ പ്രവർത്തകർ റോഡുകളിലേക്ക് ഇറങ്ങി. കൊയിലാണ്ടി, വടകര, ഫറോക്ക്, മുക്കം, കുറ്റ്യാടി, പേരാമ്പ്ര, ബാലുശ്ശേരി, താമരശ്ശേരി തുടങ്ങി പ്രധാന ടൗണുകളിലെല്ലാം വൈകുന്നേരത്തോടെ പ്രചാരണം പാരമ്യതയിലെത്തി. പലയിടത്തും ദീർഘനേരം ഗതാഗതക്കുരുക്കുണ്ടായി. കോഴിക്കോട്, വടകര മണ്ഡലങ്ങളിലെ പ്രധാന സ്ഥാനാർത്ഥികൾക്ക് വേണ്ടിയുള്ള പ്രചാരണ വാഹനങ്ങളായിരുന്നു ഏറെയും. അതേസമയം BJPയും പ്രചാരണത്തിൽ ഒട്ടും മോശമായില്ല. ആദ്യമായി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന SDPIക്ക് വേണ്ടിയും ഏറെ പ്രവർത്തകർ പ്രചാരണത്തിനിറങ്ങി. ശക്തമായ സാന്നിധ്യം അറിയിച്ച് RMP പ്രവർത്തകരും കാർഡിളക്കി പ്രചാരണം നടത്തി. വൈകിട്ട് 6ഓടെ പ്രചാരണങ്ങൾക്ക് പരിസമാപ്തിയായി. ഇതോടെ പ്രവർത്തകർ നിശബ്ദം പിരിഞ്ഞു. ഇനിയൊരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം മറ്റു വാർത്തകളുമായി നിഷിത സുരേഷ് ചേരും. Galaxy made of ABS material. റെഡി ആയില്ലേ? ദാ വരുന്നു. ആ പാക്കറ്റിലെ എന്റെ ചുവപ്പ് പട്ടുസാരി ഉണ്ടോ നോക്കി. ചുമപ്പ് പട്ടുസാരി ഇല്ല, പക്ഷെ ഒരു ചുവന്ന കാറുണ്ട്. അടുത്ത പാക്കറ്റിൽ നോക്കി. അതിലൊരു ബൈക്കാ. അപ്പൊ അടുത്ത പാക്കറ്റിലോ? TV, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ. 1 കോടിയിലേറെ മംഗല്യങ്ങൾക്ക് മിഴിവേകിയ സന്തോഷം കല്യാൺ സിൽക്സ് നിങ്ങളുമായി പങ്കുവെക്കുന്നു. കല്യാൺ സിൽക്സ് 1 crore വെഡിംഗ് സെലിബ്രേഷൻ. നേടൂ 1.5 കോടിയിലേറെ രൂപയുടെ സമ്മാനങ്ങൾ. ദിവസം തോറും ഹോണ്ട ബൈക്ക്, TV, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനം. ആഴ്ചതോറും ടൊയോട്ട ലിവ കാർ സമ്മാനം. ബമ്പർ സമ്മാനം 101 പവൻ. കല്യാൺ സിൽക്സ് 1 crore വെഡിംഗ് സെലിബ്രേഷൻ. 1 കോടിയിലേറെ മംഗല്യങ്ങൾ, അതിലേറെ സമ്മാനങ്ങൾ. കല്യാൺ സിൽക്സ്. സംസ്കൃതി നദികളിതിലെ സുജലാം സുഫല ഇവ ഇഴകൾ കലരുമൊരു മന്ദ. Celebrate the most beautiful moments in your life with Malabar Gold and Diamonds.
Galaxy made of ABS material. വാർത്തകൾ തുടരുന്നു. തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾക്ക് തിരശ്ശീല വീണപ്പോൾ വിഷുവിനെ വരവേൽക്കാൻ ഒരുങ്ങുകയാണ് നാടും നഗരവും. വിഷു ആഘോഷങ്ങളെ പൂർണ്ണമാക്കുന്ന പടക്കങ്ങൾ തന്നെയാണ് ആദ്യം വിപണിയെ കൈയടക്കിയിരിക്കുന്നത്. വൈവിധ്യമേറിയതും നിറപ്പകിട്ടാർന്നതുമായ പടക്കങ്ങളാണ് ഈ പ്രാവശ്യത്തെ പ്രത്യേകതകൾ. വൻ ശബ്ദമുണ്ടാക്കുന്ന പടക്കത്തേക്കാൾ ആളുകൾക്കിഷ്ടം ആകാശത്ത് വർണ്ണങ്ങൾ വിതറുന്ന അമിട്ടുകൾക്കാണ്. തെരഞ്ഞെടുപ്പ് കോലാഹലങ്ങൾ തണുത്തപ്പോൾ വിഷുവിനെ വരവേൽക്കാനുള്ള തയ്യാറെടുപ്പിലാണ് നാടും നഗരവും. വിഷുക്കണിക്കൊപ്പം മാലപ്പടക്കത്തിന് തീ കൊളുത്തുന്നതോടെയാണ് വിഷു ആഘോഷം പൂർണ്ണമാവുന്നത്. അതിനാൽ നഗരത്തിൽ പടക്ക വിപണി സജീവമായിരിക്കുകയാണ്. കാലം മാറുന്നതിനനുസരിച്ച് കോലം മാറുന്നത് പടക്ക വിപണിയെയും ബാധിച്ചിട്ടുണ്ട്. ചൈനീസ് സാങ്കേതിക വിദ്യയിൽ ശിവകാശിയിൽ നിർമ്മിച്ച പടക്കങ്ങളാണ് ഇപ്രാവശ്യത്തെ വിപണിയെ കൈയടക്കിയിരിക്കുന്നത്. ആകാശത്തെ ചക്രം പോലെ വർണ്ണങ്ങൾ വിതറുന്ന ബല്ലെ ബല്ലെ നിലച്ചക്രം, റോയൽ മജസ്റ്റിക്, വിസിലിംഗ് റോക്കറ്റ്, പാരച്യൂട്ട് റോക്കറ്റ്, മ്യൂസിക് വിത്ത് മ്യൂസിക്കൽ ക്രാക്കേഴ്സ് എന്നിവ പടക്കങ്ങളിലെ പ്രധാനികളാണ്. കൂടാതെ കുട്ടികൾക്കായി പോഗോ, ക്യാപ്സ് തുടങ്ങിയ പ്രത്യേക പടക്കങ്ങളും പൂത്തിരികളും എല്ലാത്തരം പടക്കങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഫാമിലി ബോക്സും ഈ പ്രാവശ്യത്തെ പടക്കപ്പെട്ടിയിലെ അതിഥികളാണ്. 50 രൂപ വിലയുള്ള കോക്ലിംഗ് ഐറ്റത്തിൽ 4000 രൂപ വരെയുള്ള പടക്കപ്പെട്ടികൾ വിപണിയിൽ എത്തിക്കഴിഞ്ഞു. ഇതിൽ 200 മൾട്ടി കളേഴ്സ് ആകാശത്ത് അമിട്ടുപോലെ നിറങ്ങൾ പൊഴിക്കുന്ന കളർ ബോക്സിനാണ് ഏറ്റവും കൂടുതൽ വില. കമ്പ്യൂട്ടർ മിക്സിംഗിലാണ് ഇവയുടെ നിർമ്മാണം. അതിനാൽ കൃത്യതയും സുരക്ഷിതത്വവുമാണ്. കൂടാതെ വിലക്കുറവും ആവശ്യക്കാരെ ആകർഷിച്ചിട്ടുണ്ട്. അതിനാൽ വിപണി കൈയടക്കാൻ സാധിക്കുമെന്നാണ് നഗരത്തിലെ പ്രമുഖ പടക്ക വ്യാപാരികളായ ഐഎൻസ് ഉടമകൾ പറയുന്നത്. പുതിയ ഐറ്റംസ് തന്നെ ഇപ്പോൾ ആകാശത്തിൽ നിലച്ചക്രം തിരിയുന്ന ഒരു പുതിയൊരു ഐറ്റം വന്നത് ബല്ല ബല്ല എന്നുള്ള അതിൻ്റെ പേര്. അത് 450 റുപ്യ വില വരുന്നുള്ളൂ. അത് 25 ഷോർട്ടായിട്ട് മുകളിൽ പോകണം. മുകളിൽ 25 ചക്രം തിരിയും. നിലച്ചക്രം നിലത്ത് തിരിയുന്നതിന് പകരം ആകാശത്തിൽ തിരിയും. ആണ് അതിൻ്റെ പ്രത്യേകത. പിന്നെ പുതിയതൊന്ന് റോയൽ മജസ്റ്റിക് തന്നെ ഒരു ഐറ്റം ഇറക്കിക്കുന്നത്. ഫ്ലവർ പോട്ടാണ്. ഒരു തെങ്ങിൻ്റെ ഹൈറ്റിൽ കളറായിട്ട് പോകും. അതൊരു പുതിയൊരു ഐറ്റമാണ്. പിന്നെ അത് കൂടാതെ ഈ 240 കളർ ബോൾസ് എന്നൊരു ഐറ്റം ഉണ്ട്. ഇതൊക്കെ ഇപ്പോൾ ചൈനീസ് ഐറ്റംസ് ആണ്. അത്രയും കൃത്യത ഉള്ള ഈ എല്ലാ പടക്ക വ്യാപാര കേന്ദ്രങ്ങളിലും വൻ സുരക്ഷയാണ് ഈ പ്രാവശ്യമുള്ളത്. CCTVയും അപകടത്തെ നേരിടാനുള്ള സജ്ജീകരണങ്ങളും എല്ലാ കേന്ദ്രങ്ങളിലും ഒരുക്കിയിട്ടുണ്ട്. മൺമറയുന്ന കളരി സംസ്കാരത്തെക്കുറിച്ച് വരും തലമുറയെ മനസ്സിലാക്കാനും പഠിപ്പിക്കാനുമുള്ള ശ്രമത്തിന്റെ ഭാഗമായി ഡോക്യുമെന്ററി ഫിലിം നിർമ്മിക്കുന്നു. കളരി പെരുമാൾ എന്ന ഹ്രസ്വചിത്രത്തിന്റെ ചിത്രീകരണം നടുവത്തൂരും പരിസരങ്ങളിലുമായി പുരോഗമിക്കുകയാണ്. നടുവത്തൂർ അരീക്കര പരദേവതാ ക്ഷേത്രത്തിനും അരീക്കര തറവാടിനും കളരിയുമായി അഭേദ്യമായ ബന്ധമാണുള്ളത്. മൺമറഞ്ഞു പോകുന്ന കളരി മുറകളെയും സംസ്കാരത്തെയും പുതുതലമുറയ്ക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് കളരി പെരുമാൾ എന്ന ഹ്രസ്വചിത്രം നിർമ്മിക്കുന്നത്. ചിത്രത്തിന്റെ ചിത്രീകരണം നടുവത്തൂരും അരീക്കര പരദേവതാ ക്ഷേത്ര പരിസരത്തുമായി ആരംഭിച്ചു. സ്വിച്ച് ഓൺ കർമ്മം വടകര ക്രൈംബ്രാഞ്ച് ഡിറ്റാച്ച്ഡ് DYSP CD ശ്രീനിവാസൻ നിർവഹിച്ചു. നമ്മളെല്ലാവരെയും സങ്കല്പത്തിലുള്ള മനുഷ്യൻ അങ്ങനെയുള്ള ആളായിരിക്കും. അതായത് മറ്റുള്ളവർക്ക് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യുകയും അതോടൊപ്പം തന്നെ മറ്റുള്ളവർക്ക് യാതൊരു ബുദ്ധിമുട്ടുകളും നേരിടാതെ സമൂഹത്തിന് ആവശ്യത അനുഭവിക്കുന്ന ആളുകളെയൊക്കെ സഹായിക്കുക എന്നുള്ളൊരു മനോഭാവത്തിൽ മറ്റൊരാളെ ഉപദ്രവിക്കാതെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ മറ്റൊരാൾക്ക് വേണ്ടി ജീവിക്കുന്ന ഒരാൾ ആ സങ്കല്പത്തിലേക്ക് എത്തുമ്പോൾ മാത്രമാണ് മനുഷ്യൻ ഏറ്റവും നന്നായിക എന്നാണ് ഞാനിപ്പോൾ വിചാരിക്കുന്നത്. തോട്ടോളി ദേവരാജ് ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. എഴുത്തുകാരൻ UK രാഘവൻ മാസ്റ്റർ മുഖ്യാതിഥിയായി. രവി ഇടത്തിൽ സ്വാഗതം പറഞ്ഞു. ക്ഷേത്രം തന്ത്രി ശങ്കരൻ നമ്പൂതിരിപ്പാട്, മേൽശാന്തി വിഷ്ണു നമ്പൂതിരി, D വിശ്വനാഥൻ, രാജൻ നടുവത്തൂർ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു. സുകുമാരൻ ഗുരുക്കൾ രചനയും രഘുനാഥ് എടച്ചേരി സംവിധാനവും നിർവഹിച്ച ഡോക്യുമെന്ററി ഫിലിമിന്റെ ചിത്രീകരണം മെയ്യിൽ പൂർത്തിയാകും. ANK പ്രൊഡക്ഷൻസ് ആണ് ചിത്രം നിർമ്മിക്കുന്നത്. ബിലാത്തിക്കുളം ഹൌസിംഗ് കോളനിക്ക് സമീപം പെരുവയലിൽ സത്യസായി സേവാ സമിതിയും നടക്കാവ് ജനകീയ വായനശാല എന്നിവയും സംയുക്താഭിമുഖ്യത്തിൽ അസുഖം ബാധിച്ചു കിടക്കുന്ന വേണുഗോപാലിന് നിർമ്മിച്ച വീടിന്റെ താക്കോൽദാനം നടന്നു. സമിതി ജില്ലാ പ്രസിഡന്റ് PP ഭാസ്കരൻ താക്കോൽദാന കർമ്മം നിർവഹിച്ചു. സത്യസായി സേവാ സമിതി ബിലാത്തിക്കുളം ജനകീയ വായനശാല നടക്കാവ് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ അസുഖം ബാധിച്ച് 2 കാലുകൾ തളർന്നു കിടക്കുന്ന വേണുഗോപാലിന് നിർമ്മിച്ച വീടിന്റെ താക്കോൽദാനം നടന്നു. ബിലാത്തിക്കുളം ഹൌസിംഗ് കോളനിക്ക് സമീപം പെരുവയലിലാണ് 4.5 സെന്റിൽ വീട് നിർമ്മിച്ചത്. സായി സേവാ സമിതി ജില്ലാ പ്രസിഡന്റ് PP ഭാസ്കരൻ താക്കോൽദാന കർമ്മം നിർവഹിച്ചു. അപ്പൊ ഇവിടെ ഒരു കൊച്ചു വീടാണെങ്കിലും കൊച്ചു വീടല്ല, ശരിക്കൊരു സ്വർഗതുല്യമായ ഒരു നല്ല വീട് തന്നെ, മനോഹരമായ ഒരു വീട് തന്നെ ഉണ്ടാക്കി കൊടുക്കാൻ കഴിയും. അതിനുവേണ്ടി എല്ലാവരും പ്രവർത്തിച്ചു, ഒത്തൊരുമിച്ച് കൂട്ടായി പ്രവർത്തിച്ചു. രാത്രിയോടെ സംബന്ധിച്ചിടത്തോളം 2ാമത്തെ വീടാണ് ഇങ്ങനെ കൊടുക്കുന്നത്.
കുറെ കൊല്ലം മുമ്പ് മറ്റൊരു വീട് ബീച്ചിലുണ്ടായി ഒരാൾക്ക് കൊടുക്കുകയുണ്ടായി. ഇത് രണ്ടാമത്തെ ഒരു കർമ്മമാണ് ഈ വീട്. ഇതിനുവേണ്ടി ഇതിന് സത്യത്തിൽ എല്ലാ സമിതിക്കും കഴിയുന്ന കാര്യമല്ല. ഇതൊരു ഡെഡിക്കേഷൻ തന്നെ വേണം ഇങ്ങനെ ഒരു കർമ്മം ഏറ്റെടുക്കണമെങ്കിൽ. കാരണം അതിന്റെ സാമ്പത്തിക ബാധ്യതയും മറ്റു കാര്യങ്ങളും നോക്കിക്കൊണ്ടിരുന്നാൽ ഒരിക്കലും ഇതിലേക്കൊന്നും ചാടി പുറപ്പെടാൻ പറ്റില്ല. 10 മാസം കൊണ്ടാണ് വീടിന്റെ പണി പൂർത്തീകരിച്ചത്. സമിതി നിർമ്മിച്ച 3ാമത്തെ വീടാണ് വേണുഗോപാലിന്റെ സായി സങ്കല്പം. ചടങ്ങിൽ സമിതി കൺവീനർ പി രാജൻ അധ്യക്ഷത വഹിച്ചു. കോർഡിനേറ്റർ കെ പി സോമസുന്ദരൻ, മഹിളാ കോർഡിനേറ്റർ ഗംഗാ ഭാസ്കരൻ, UP വിനോദ്, L രാജഗോപാലൻ കിടാവ് എന്നിവർ സംബന്ധിച്ചു. രാമല്ലൂരിലെ ദേശക്ഷേത്രമായ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെ ശ്രീരാമനവമി ആഘോഷം വൈവിധ്യമാർന്ന പരിപാടികളോടെ നടന്നു. നിർമ്മാല്യ ദർശനത്തോടെയാണ് പൂജാതി കർമ്മങ്ങൾ ആരംഭിച്ചത്. കോഴിക്കോട് കാക്കുയിൽ മലബാർ ദേവസ്വം ബോർഡിന് കീഴിൽ പ്രവർത്തിക്കുന്ന രാമല്ലൂരിലെ ദേശക്ഷേത്രമായ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെ ശ്രീരാമനവമി ആഘോഷം വൈവിധ്യമാർന്ന പരിപാടികളോടെ നടന്നു. ക്ഷേത്രതന്ത്രി ബ്രഹ്മശ്രീ മേൽപ്പള്ളി ഉണ്ണികൃഷ്ണൻ അടിതിരിപ്പാടിന്റെയും മേൽശാന്തി ആഷിക് നമ്പൂതിരിയുടെയും മുഖ്യ കാർമ്മികത്വത്തിലാണ് പൂജാതി കർമ്മങ്ങൾ നടന്നത്. രാവിലെ നിർമ്മാല്യ ദർശനത്തോടെ പരിപാടികൾ ആരംഭിച്ചു. മഹാഗണപതി ഹോമം, ഉഷപൂജ, നവകം പഞ്ചഗവ്യം, പന്തീരടി പൂജ, പ്രശാന്ത് നരയംകുളത്തിന്റെ ആധ്യാത്മിക പ്രഭാഷണം, ഉച്ചപൂജ, പ്രസാദഊട്ട്, അക്ഷരശ്ലോക സദസ്സ്, ശ്രീഭൂതബലി, കാഴ്ച ശീവേലി, തൃക്കുറ്റിശ്ശേരി ശിവശങ്കരമാരാരും പാർട്ടിയും അവതരിപ്പിച്ച മേളം, താലപ്പൊലി, ദീപാരാധന, തായമ്പക, കൊമ്പുപറ്റ്, കുഴൽപ്പറ്റ്, അത്താഴപൂജ, പ്രസാദ വിതരണം എന്നിവയും ഉണ്ടായിരുന്നു. വാർത്തകളിൽ ഒരു ഇടവേള കൂടി. Galaxy made of ABS material. ആകാശത്ത് വർണ്ണവിസ്മയങ്ങൾ ഒരുക്കാൻ ഈ വിഷുക്കാലം ചേതോഹരവും അവിസ്മരണീയവുമാക്കാൻ അയ്യൻസ് വേൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ശിവകാശിയിലെ 4 പ്രമുഖ പടക്ക നിർമ്മാണ കമ്പനികളുടെയും യഥാർത്ഥ ഉൽപ്പന്നങ്ങൾ അയ്യൻസ് വേൾഡിൽ മാത്രം. അനുകരണങ്ങളിൽ വഞ്ചിതരാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അയ്യൻസ് വേൾഡ് കോയ റോഡ് ജംഗ്ഷനിൽ മാത്രം. ശിവകാശി പടക്കങ്ങളുടെ അതുല്യ ശേഖരത്തിനൊപ്പം ചൈനീസ് പടക്കങ്ങളുടെ വിസ്മയിപ്പിക്കുന്ന കളക്ഷൻസും അയ്യൻസ് വേൾഡ് ഈ വിഷുക്കാലത്തിന്റെ ആഘോഷപ്പൊലിമയ്ക്കായി കാഴ്ചവെക്കുന്നു. ഓർക്കുക, അയ്യൻസ് വേൾഡ് കോഴിക്കോട് കോയ റോഡ് ജംഗ്ഷനിൽ മാത്രം. അയ്യൻസ് വേൾഡ് കോയ റോഡ് ജംഗ്ഷൻ, കോഴിക്കോട്. Galaxy made of ABS material. വാർത്തകൾ തുടരുന്നു. ബിസിനസ് വാർത്തകൾ. മലബാർ ഗ്രൂപ്പിന്റെ ഗിസ്മോ പാളയം MMLE റോഡ് കൊളംബോ കോംപ്ലക്സിൽ പ്രവർത്തനം ആരംഭിച്ചു. മുൻനിര ബ്രാൻഡുകളുടെ ലാപ്ടോപ്പുകൾ, ക്യാമറകൾ, സ്മാർട്ട് ഫോൺ, ടാബ്ലറ്റ്, പ്രൊജക്ടർ, അനുബന്ധ ആക്സസറികൾ എന്നിവ ഇനി ഗിസ്മോ ഷോറൂമിൽ ലഭിക്കും. മലബാർ ഗ്രൂപ്പ് ചെയർമാൻ MP അഹമ്മദ് ഷോറൂം ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. മലബാർ ഗ്രൂപ്പിന്റെ ഗിസ്മോ കോഴിക്കോട് പ്രവർത്തനം ആരംഭിച്ചു. മുൻനിര ബ്രാൻഡുകളായ ലാപ്ടോപ്പുകൾ, ക്യാമറകൾ, സ്മാർട്ട് ഫോൺ, ടാബ്ലറ്റ്, പ്രൊജക്ടർ, അനുബന്ധ ആക്സസറികൾ എന്നിവ ലഭിക്കുന്ന ഷോറൂമായ ഗിസ്മോ മലബാർ ഗ്രൂപ്പ് ചെയർമാൻ MP അഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. പാളയം MMLE റോഡ് കൊളംബോ കോംപ്ലക്സിലാണ് ഈ ഇലക്ട്രോണിക് ഷോറൂം സ്ഥിതി ചെയ്യുന്നത്. മുൻനിര ബ്രാൻഡുകളുടെ വിൽപ്പനാനന്തര സേവനത്തിനും ഇവിടെ സൗകര്യമുണ്ട്. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നിരവധി ആനുകൂല്യങ്ങളും ലഭ്യമാണ്. ബ്രാൻഡുകളുടെ പ്രവർത്തനം നേരിട്ട് അനുഭവവേദ്യമാക്കുന്ന പ്രൊഡക്റ്റ് ലൈവ് എക്സ്പീരിയൻസ് ഗിസ്മോയുടെ പ്രത്യേകതയാണ്. എല്ലാ മുൻനിര ബ്രാൻഡുകൾക്കും മിതമായ വിലയും മികച്ച സേവനവും ഇവിടെ ലഭ്യമാണെന്ന് സാരഥികൾ അറിയിച്ചു. മലബാർ ഗ്രൂപ്പ് ഡയറക്ടർമാരായ KP വീരാൻകുട്ടി, AK നിഷാദ്, O അഷർ, കോർപ്പറേറ്റ് എക്സിക്യൂട്ടീവ് ഡയറക്ടർമാരായ R അബ്ദുൾ ജലീൽ, E അബ്ദുൾ ജലീൽ, ഷാജി കക്കോടി, TP അംജാദ് ഹുസൈൻ,
ഗിസ്മോ MD ബെർഫിക് മണലുടി എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. ഗിസ്മോ കൊളംബോ കോംപ്ലക്സ് MM റോഡ് കോഴിക്കോട്. അറിയിപ്പുകൾ. ജില്ലാ വെറ്റിനറി കേന്ദ്രത്തിൽ ശനിയാഴ്ച രാവിലെ 9 മണി മുതൽ 2 മാസം പ്രായമുള്ള മുട്ടക്കോഴി കുഞ്ഞുങ്ങളെ ഒന്നിന് 90 രൂപ നിരക്കിൽ വിതരണം ചെയ്യും. ഫോൺ 9947159321. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartakal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തെരഞ്ഞെടുപ്പിനുള്ള അവസാനഘട്ട ഒരുക്കങ്ങൾ പൂർത്തിയായി. പോളിംഗ് സാമഗ്രികൾ ബൂത്തുകളിലെത്തി. പൊതുസ്ഥലങ്ങളിലെ മാലിന്യങ്ങൾ പൊതുജനങ്ങൾക്കും ഫയർഫോഴ്സിനും തലവേദനയാകുന്നു. വേനൽ തുടങ്ങിയ ശേഷം ഉണ്ടായത് 20-ലധികം തീപിടുത്തങ്ങൾ. വിഷു വരവായി പടക്ക വിപണി സജീവം. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. നമസ്കാരം. ജില്ലാ തിരഞ്ഞെടുപ്പ് ടീമിന് വേണ്ടി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വോട്ട് ചെയ്യുന്നതിന് വേണ്ടി നിങ്ങൾ പോളിംഗ് സ്റ്റേഷനിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ തിരിച്ചറിയൽ കാർഡ് നിർബന്ധമായും കൊണ്ടുവരണം. വോട്ട് ചെയ്യുന്നതിന് വേണ്ടി പോളിംഗ് സ്റ്റേഷനിലേക്ക് പ്രവേശിക്കുമ്പോൾ നിങ്ങൾ ആദ്യം എത്തുന്നത് 1ാം പോളിംഗ് ഓഫീസറുടെ അടുത്താണ്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ തിരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള ഇലക്ട്രോൾ റോളിൻ്റെ പകർപ്പ് ഉണ്ടാകും. ആ കോപ്പിയിൽ അദ്ദേഹം നിങ്ങളുടെ പേര് കണ്ടെത്തുകയും ആ പേര് ഉറക്കെ വിളിച്ചു വായിക്കുകയും ചെയ്യും. മാത്രവുമല്ല, നിങ്ങളുടെ കയ്യിലുള്ള തിരിച്ചറിയൽ രേഖ പരിശോധിക്കുകയും അത് ഉറപ്പാക്കുകയും ചെയ്യും. അതിനുശേഷം 2ാം പോളിംഗ് ഓഫീസറുടെ അടുത്തേക്കാണ് നിങ്ങൾ പോകേണ്ടത്. അദ്ദേഹം നിങ്ങളുടെ ഇടതു കൈയിലെ ചൂണ്ടുവിരലിൽ മായാത്ത മഷി പുരട്ടുന്നതാണ്. അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള രജിസ്റ്ററിൽ നിങ്ങളുടെ ക്രമനമ്പറും മറ്റു വിവരങ്ങളും രേഖപ്പെടുത്തുകയും നിങ്ങളുടെ ഒപ്പ് വാങ്ങുകയും ചെയ്യും. മാത്രവുമല്ല, നിങ്ങൾക്ക് ഒരു വോട്ടർ സ്ലിപ്പ് നൽകുകയും ചെയ്യും. ആ വോട്ടർ സ്ലിപ്പുമായി നിങ്ങൾ അടുത്ത പോളിംഗ് ഓഫീസറുടെ അടുത്തെത്തണം. അദ്ദേഹത്തിൻ്റെ കയ്യിലാണ് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ്റെ കൺട്രോൾ യൂണിറ്റ് ഉള്ളത്. നിങ്ങളുടെ വോട്ടർ സ്ലിപ്പ് അദ്ദേഹം വാങ്ങുകയും നിങ്ങളുടെ കയ്യിലെ മഷി ഒന്നുകൂടി പരിശോധിക്കുകയും അതിനുശേഷം കൺട്രോൾ യൂണിറ്റിലെ ബാലറ്റ് ബട്ടൺ അമർത്തുകയും ചെയ്യും. അത് അമർത്തി കഴിഞ്ഞാൽ നിങ്ങളോട് വോട്ടിംഗ് കമ്പാർട്ട്മെൻറ്റിലുള്ള ബാലറ്റ് യൂണിറ്റിനടുത്തേക്ക് നീങ്ങാൻ അദ്ദേഹം നിർദ്ദേശിക്കും. വോട്ടിംഗ് കമ്പാർട്ട്മെൻറ്റിലുള്ള ബാലറ്റ് യൂണിറ്റിൽ സ്ഥാനാർത്ഥികളുടെ പേരും ക്രമനമ്പറും അവർക്ക് അനുവദിച്ച ചിഹ്നങ്ങളും കാണും. സ്ഥാനാർത്ഥികൾക്ക് പുറമെ ഏറ്റവും അവസാനമായി മുകളിൽ പറഞ്ഞ ആരുമല്ല എന്ന് കാണിക്കുന്ന നോട്ട ബട്ടണും ഉണ്ടായിരിക്കും. സ്ഥാനാർത്ഥിയുടെ പേരിന് നേരെയുള്ള നീല ബട്ടണിൽ വിരൽ അമർത്തിയാണ് വോട്ട് രേഖപ്പെടുത്തേണ്ടത്. ഇത്തരത്തിൽ വോട്ട് രേഖപ്പെടുത്തുമ്പോൾ ആ ബാലറ്റ് യൂണിറ്റിൽ നിന്നും ഒരു ബീപ്പ് ശബ്ദം ഉയരും. ബീപ്പ് ശബ്ദം കേട്ടാൽ നിങ്ങളുടെ വോട്ട് രജിസ്റ്റർ ചെയ്തതായി നിങ്ങൾക്ക് ഉറപ്പാക്കാം. അതിനുശേഷം വോട്ടിംഗ് കമ്പാർട്ട്മെന്റിൽ നിന്ന് പുറത്തിറങ്ങുകയും പുറത്തേക്ക് പോകാനുള്ള വഴിയെ പുറത്തേക്ക് കടക്കുകയും വേണം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഗാലക്സി മേഡ് ഓഫ് ABS മെറ്റീരിയൽ.